ഹായ് ഓൾ, നമ്മളങ്ങനെ കക്കോലത്ത് വാട്ടർഫാൾസിലേക്ക് പോയി തിരിച്ചു പോവാണ്. നിർഭാഗ്യവശാൽ അത് വാട്ടർഫാൾ ഓപ്പൺ അല്ലായിരുന്നു. ഇവിടെ കുറച്ച് മഴ ഒക്കെ കൂടുതലായതുകൊണ്ട് ഇവിടെ അവിടേക്കുള്ള എൻട്രി ആർക്കും കൊടുക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ പ്ലാൻ മാറ്റി. കക്കോലത്ത് വാട്ടർഫാൾസിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? വെള്ളത്തിലൊക്കെ കുളിച്ചോ? വെള്ളം ഇങ്ങനെയാണ് വീണോണ്ടിരിക്കുന്നത്. അത് കാണാൻ വളരെ ഭംഗിയായിരുന്നു. എന്താണ് താങ്കളുടെ അഭിപ്രായം? മസ്റ്റ് വാച്ച് സ്ഥലമാണ്, എല്ലാവരും ഒരിക്കൽ വന്ന് കാണേണ്ടതാണ്. തീർച്ചയായും ഞങ്ങൾ അങ്ങനെ നമ്മൾ കക്കോലത്ത് നിന്ന് യാത്ര തിരിച്ച് നേരെ രാജ്ഗീർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോയത്. ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയിട്ടുണ്ടായി. അങ്ങനെ ഒരു പക്ക ഉൾഗ്രാമങ്ങളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ ഒരുപാട് നല്ല അതിസുന്ദരമായിട്ടുള്ള ഗ്രാമങ്ങളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ രാജ്ഗീർ എത്താറായിട്ടുണ്ട്. നമുക്ക് അതിനിടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കണം. എല്ലാവർക്കും വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടേക്ക് എൻട്രി കിട്ടുമോ എന്നുള്ളത് ഡൗട്ടാണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഏകദേശം 4 മണി ഒക്കെ ആവുമ്പോൾ അവിടെ ക്ലോസ് ആവും. നമുക്ക് റോപ്പ് വേ ടിക്കറ്റ് എടുത്തിട്ട് റോപ്പ് വേ വഴി മുകളിലേക്ക് കയറണം. ഒരു അത്യാവശ്യം ഉയരത്തിൽ ഒരു മലയുടെ മുകളിലാണ് ഈ ഒരു ടെമ്പിള് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ റോപ്പ് വേക്ക് ടിക്കറ്റ് 4 മണിയാകുമ്പോൾ ക്ലോസ് ആവും. നമുക്ക് നോക്കാം, അവിടെ എത്തുമെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഏകദേശം 3:55 4 മണിയാകുമ്പോൾ അവിടെ റോപ്പ് വേ ക്ലോസ് ചെയ്യും. രാജ്ഗീറിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ രാജ്ഗീർ റോപ്പ് വേരെ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഏകദേശം സമയം അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. 4 മണിക്ക് ഇവിടെ ക്ലോസ് ആവും. അപ്പോൾ നമുക്ക് എന്തായാലും ടിക്കറ്റ് പോയിട്ട് എടുക്കാം. ഒരാൾക്ക് ടിക്കറ്റ്, കുട്ടികളായാലും അഡൽട്ടായാലും 120 റുപ്പീസാണ് ടിക്കറ്റിൽ. 120 രൂപ. അങ്ങനെ നമ്മൾ റോപ്പ് വേയിൽ കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ടെമ്പിളുള്ള സ്ഥലത്തേക്ക്. നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന ചെറിയ പല കളറിലായിട്ടുള്ള ചെയറുള്ള റോപ്പ് വേ ആയിരുന്നു പണ്ടത്തത്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, അത് ഒരാൾക്ക് മാത്രം പോകാൻ പറ്റും. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റോപ്പ് വേ ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് കേബിനാക്കിയിട്ടുണ്ട്. ആ കേബിനിലാണ് നമ്മളിപ്പോൾ മുകളിലേക്ക് പോകുന്നത്. ഏകദേശം 8 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മളിങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈറ്റ് ഒരുപാട് കൂടി പോകുന്നുണ്ട്. അങ്ങനെ താഴെയുള്ള ഗ്രാമങ്ങളൊക്കെ നല്ല അടിപൊളി വ്യൂ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം ഏറ്റവും ടോപ്പിൽ എത്താറായിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ റോപ്പ് വേ ഇറങ്ങി മുകളിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ടെമ്പിളിലേക്കുള്ള വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അതിനൊരു 1 hour ഉള്ളൂ. 5 മണിയാകുമ്പം ഇവിടെ നിന്ന് എല്ലാവരെയും ഇറക്കും. ആ ഒരു 1 hourൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാം കണ്ട് തിരിച്ചിറങ്ങണം. ആ 2 സൈഡിൽ കട ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് രാജ്ഗീറാണുള്ളത്. രാജ്ഗീറിൻ്റെ ടോപ്പിലെത്തി. റോപ്പ് വേ വഴി ടോപ്പിലെത്തിയിട്ടാണുള്ളത്. രണ്ട് രീതിയിലൂടെ വരാം. ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ റോപ്പ് വേ ആണ്. റോപ്പ് വേ ഇപ്പോൾ പുതിയ ക്യാബിനുണ്ട്. പണ്ട് ചെയറായിരുന്നു, റോപ്പ് വേ ചെയറായിരുന്നു. പിന്നെ നടന്നു വരുന്ന ഒരു പഴയ പാതയുണ്ട്, അതാണ് ഈ കാണുന്നത്. ഓക്കെ. നമ്മളങ്ങനെ ടെമ്പിളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെയുള്ള എല്ലാ സ്ഥലങ്ങളും നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ആ വ്യൂ പോയിൻറ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ രാജ്ഗീറിനെ പറ്റി പറയുമ്പം ഒരു മഗധ സാമ്രാജ്യത്തിൻ്റെ ആദ്യത്തെ തലസ്ഥാനമായിരുന്നൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അതുപോലെ തന്നെ ബുദ്ധമതം, ജൈനമതമൊക്കെ ആയിട്ട് അവരെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് കൂടുതൽ അങ്ങനെ അറിയില്ല. അപ്പം ബാക്കി നമ്മളിതാ ഒരു പോയിന്റിലേക്കാണ് വരുന്നത്. നമ്മൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. എന്നിട്ട് ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ട്. 5 മണി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലാവരെയും ക്ലിയർ ചെയ്യും. ആരും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതിനുശേഷം റോപ്പ് വേ ക്ലോസ് ആവും. ഫോട്ടോ ആണോ? ഇവിടുത്തെ സമയം കഴിഞ്ഞ് അങ്ങനെ നമ്മളെല്ലാവരും താഴേക്ക് പോകാൻ റെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൈ ബൈ.
അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ വൈകുന്നേരത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ പാവപുരി ടെമ്പിളിലേക്കാണ് പോകുന്നത്. അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക്. അപ്പം ഏകദേശം ഇപ്പം വൈകിട്ടായിട്ടുണ്ട്. അവിടെ ക്ഷേത്രം 8:30 വരെ ഓപ്പൺ ആയിരിക്കുമെന്ന് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. In 3 kilometers, take the exit to അങ്ങനെ നമ്മൾ പാവപുരി ടെമ്പിളിലെത്തിയിട്ടുണ്ട്. അവിടെ അതായത് 4 ഭാഗത്തും വെള്ളം നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ്. ഏകദേശം 8:30 വരെ അവിടെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ നമുക്ക് കയറി ജസ്റ്റ് കണ്ടിട്ട് പോകാം. കയറിയതാണ്. അങ്ങനെ നമ്മളെ അവസാനത്തെ ഡെസ്റ്റിനേഷനായ പാവപുരി ടെമ്പിളൊക്കെ കണ്ട് നമ്മൾ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പം കൂടെ അന്താക്ഷരി കളിച്ചു, പാട്ട്, ഡാൻസൊക്കെ കളിച്ച് നമ്മൾ ഒരു ദിവസം വളരെ എൻജോയ് ചെയ്തു. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.